ഈ ഗുളികരാജ ദേവസ്ഥാനത്തിൻ്റെ കർമ്മി, അതുപോലെ വനിതാ കൂട്ട മെമ്പർമാർ, ബഹുമാനപ്പെട്ട വലിയപറമ്പ് പഞ്ചായത്ത് മടക്കാൽ വാർഡ് മെമ്പർ രാമവില്യം പെരുങ്ങലോടനുബന്ധിച്ച് അവരെ ഭക്ഷണം ഒരുക്കുന്നതിന് ജൈവ കൃഷി കമ്മിറ്റി പല സ്ഥലങ്ങളിലായിട്ട് വാഴക്കൃഷി അതുപോലെയുള്ള മറ്റ് പച്ചക്കറി കൃഷികളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി മാടക്കാലിലെ വനിതാ കൂട്ടായ്മ നടത്തിയ വാഴക്കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ വിളവെടുപ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് പഞ്ചായത്ത് മെമ്പർ ആണ്. അവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വളവറ മുണ്ടിയ സമുദായി ശശിയേട്ടനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്ഥാനികരെ, നമ്മുടെ മാടക്കാൽ വാർഡ് മെമ്പർ, മറ്റ് വനിതാ കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്നവരെ, മറ്റ് ഇവിടുത്തെ ശ്രീ ഗുളികരാജൻ ക്ഷേത്രത്തിലെ മെമ്പർമാർ, നമുക്ക് ശ്രീ രാമവില്യം കഴകം പെരുങ്ങലോടത്തിനോടനുബന്ധിച്ച് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ മുണ്ടിയുടെ കീഴിൽ ജൈവ വാഴക്കൃഷി, കൃഷി പച്ചക്കറികൾ നട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിളവെടുപ്പ് പരമാവധി ക്ഷേത്രത്തിന് പെരുങ്ങലോടത്തിന് മുമ്പായി നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷേ അതിന് അനുയോജ്യമായ രീതിയിൽ വിളവ് തയ്യാറാവാത്ത സാഹചര്യത്തിൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇനിയും സമയമെടുക്കുമെങ്കിൽ കൂടി ഇപ്പോൾ വിളവ് തയ്യാറായ മാടക്കാൽ ശ്രീ ഗുളികരാജൻ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ ചെയ്ത വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇവിടുത്തെ വനിതാ കൂട്ടായ്മയെയും മറ്റ് മെമ്പർമാരെയും ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ. അത് നമ്മുടെ നാട്ടിന് തന്നെ ഒരു ജൈവ പച്ചക്കൃഷിയിലേക്ക് ഉള്ള ഒരു മാർഗം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചു.